വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യം വരുന്നുണ്ട്. പല ദൃശ്യങ്ങളും നമ്മൾ കാണുന്നില്ല, അത് പങ്കുവയ്ക്കപ്പെടുന്നില്ല. കാരണം രഹസ്യാത്മകമാണ് നമ്മുടെ പല നീക്കങ്ങളും. ഒരു പ്രധാനപ്പെട്ട ദൃശ്യം വരുന്നുണ്ട്, അതൊന്ന് കാണാം. കടലിൽ അഭ്യാസം നടത്തുകയാണ് ഇന്ത്യൻ നാവികസേന. INS സൂരത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ലക്ഷ്യം തകർക്കാൻ പായുന്ന മീഡിയം റേഞ്ച് മിസൈൽ ഉൾപ്പെടെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. തിരിച്ചടിക്ക് സജ്ജം എന്ന് പ്രഖ്യാപിക്കുന്നു ഇന്ത്യ. അർജുൻ പീതാംബരൻ നമുക്കൊപ്പം ചേർന്ന. അർജുൻ, പല നമ്മുടെ തന്ത്രപ്രധാനമായ നാവികസേനയുടെ ഭാഗമായ നമ്മുടെ അഭിമാനമായ പല കപ്പലുകളും ഡീപ് സീയിലേക്ക് നീങ്ങുന്നു, തന്ത്രപ്രധാനമായ മേഖലയിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകൾ രാവിലെ മുതൽ വരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ കടലിലെ അഭ്യാസ പ്രകടനം ഇന്ത്യൻ നാവികസേന തന്നെ പങ്കുവയ്ക്കുന്നത്. അതിന് സൂരത്തിന്റെ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നുണ്ട്? രതീഷ്, ഇന്ത്യ സർവ്വസജ്ജമാണ്, എല്ലാത്തിനും തയ്യാറാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇന്ന് രാവിലെയായിരുന്നു പാകിസ്ഥാൻ ഈ കറാച്ചി തീരത്തിനോട് ചേർന്ന് ചില അഭ്യാസ പ്രകടനങ്ങൾ നടത്തുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നത്. മാത്രമല്ല, അവിടേക്ക് കൂടുതൽ നാവികസേന കപ്പലുകളെ വിന്യസിച്ചുകൊണ്ടുള്ള ചില അഭ്യാസ പരിശീലനങ്ങളെല്ലാം തന്നെ ആരംഭിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ INS സൂറത്ത് കപ്പലിൻ്റെ ഒരു ദൃശ്യം ഇന്ത്യൻ നാവികസേന പുറത്തുവിട്ടിരിക്കുന്നത്. MR SAM എന്ന് പറയുന്നത്, അതായത് മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ, നിശ്ചിത ദൂരത്തിൽ ലക്ഷ്യത്തെ കൃത്യമായി ഭേദിക്കാൻ സാധിക്കുന്ന മിസൈലുകൾ പരീക്ഷിക്കുന്ന ഒരു ദൃശ്യമാണ്, ഇന്ത്യ പരീക്ഷിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. INS സൂറത്ത് എന്ന് പറയുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു ഡിസ്ട്രോയിഡ് കപ്പൽ കൂടിയാണ്. നേരത്തെ ഈ മ്യാൻമറിൽ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി എല്ലാം തന്നെ ഇന്ത്യ നിരന്തരം ഉപയോഗിച്ചു കൊണ്ടിരുന്ന കപ്പൽ കൂടിയാണ് INS സൂറത്ത് എന്ന് പറയുന്ന ഈ കപ്പൽ. ആ കപ്പൽ ഇപ്പോൾ കടലിൽ പരിശീലനം നടത്തുന്ന ഒരു ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ അവിടെ ചില നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ, ഇവിടെ എല്ലാ മറുപടിക്കും തയ്യാറായി സേന സർവ്വസജ്ജമാണ്. അത് കരസേനയായാലും വ്യോമസേനയായാലും നാവികസേനയായാലും അത്തരത്തിൽ സജ്ജമായി തന്നെ നിൽക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യൻ നാവികസേന നേരിട്ട് പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ MR SAM മിസൈൽ വിക്ഷേപിക്കുന്നു. നിശ്ചിത ദൂരത്തെ ലക്ഷ്യത്തെ കൃത്യമായി ഭേദിക്കാൻ സാധിക്കുന്ന മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലാണ് MR SAM. അത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള ഡിസ്ട്രോയ് കപ്പലിൽ നിന്നും വിക്ഷേപിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലേക്ക് കൂടുതൽ സേനാ വിന്യാസം ഇതിനോടകം പൂർത്തിയാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും കൂടുതൽ സേനയെ ആ ഭാഗങ്ങളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഇതെല്ലാം വഴിവെക്കുന്നത്, ഈ സൂചനകൾ വഴിവെക്കുന്നത് ഒരു കൃത്യമായിട്ടുള്ള സൈനിക ശക്തി അല്ലെങ്കിൽ പ്രതിരോധ മേഖലയിൽ ഒരു തിരിച്ചടി പാകിസ്ഥാൻ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള കാര്യം സൂചനയായി നൽകുന്ന ചില ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ സുപ്രധാനമായ തന്ത്രപ്രധാനമായ നീക്കങ്ങൾക്ക് നമ്മൾ തയ്യാറാണ് എന്നത് പ്രഖ്യാപിക്കുന്ന അഭ്യാസമാണ് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗത്ത്. INS സൂരത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്ന് ലക്ഷ്യം തകർക്കാൻ പായുന്ന മീഡിയം റേഞ്ച് മിസൈൽ ഉൾപ്പെടെ ഈ ദൃശ്യങ്ങളുണ്ട് എന്നാണ് നാവികസേനയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ തന്നെ ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് വ്യക്തമാക്കുന്ന. അർജുൻ പീതാംബരനാണ് ആ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ നമ്മുടെ 3 സേനാ വിഭാഗങ്ങളും തന്ത്രപ്രധാനമായ നീക്കങ്ങൾക്ക് തയ്യാറാണ്, സജ്ജമാണ് പരിപൂർണമായി എന്നത് വ്യക്തമാക്കുന്നുമുണ്ട്. അല്പം മുമ്പാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം വന്നത്. ആ പ്രസംഗത്തിൽ തന്നെ എന്താണ് രാജ്യം ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ളൊരു സന്ദേശം എന്ന നിലയിലാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വന്നത്. സാധാരണ നിലയിൽ ഹിന്ദിയിൽ സംസാരിക്കുന്ന പ്രധാനമന്ത്രി ഇംഗ്ലീഷിൽ കൂടി കൃത്യമായി ലോകരാജ്യങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ന നിലയിലാണ് ആ കാര്യങ്ങൾ വിശദീകരിച്ചതും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവർക്ക് അവർ സങ്കല്പിക്കുന്നതിലും അപ്പുറത്തുള്ള ശിക്ഷ നൽകും എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ നാവികസേനയുടേതായ ഈ ദൃശ്യങ്ങൾ വരുന്നത്. ബീഹാറിലെ മധുബനിയിൽ ഒരു പൊതുചടങ്ങിലായിരുന്നു അദ്ദേഹം അക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്ത്. അതിന് പിന്നാലെയാണ് കടലിലെ അഭ്യാസ പ്രകടനത്തിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്നത്. നയതന്ത്ര തലത്തിലാണ് കൂടുതൽ ആഘാതം ഏൽപ്പിക്കാൻ പോകുന്നത് ഇന്ത്യ എന്നത് ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരം ദൃശ്യങ്ങൾ